ഹലോ കൂട്ടുകാരെ, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ചെറിയ കാട്ടിലൂടെയുള്ള ചെറിയൊരു നടത്തമാണ് ഗൈസ്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാട്ടിക്കൂടി. അപ്പോൾ പുഴയുടെ സൈഡിലൂടെയുള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൂടെയാണ് നടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഭീകരത ഉണ്ട് കാണാനും. കാരണം ഇപ്പോൾ മഴയായതുകൊണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ നല്ല കാടായിട്ടുണ്ട്. ഒരു സൈഡിൽ കൊന്നക്കാടാണെങ്കിൽ മറു സൈഡ് വട്ടക്കാടാണ്. ഈ നടക്കണ വഴിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് നല്ല അടിപൊളി മൺപാതയായിരുന്നു. ഇപ്പോൾ അതൊക്കെ കാട് പിടിച്ചു മൊത്തം വളരെ ഭീകരതയിലാണ്. കാരണം പാമ്പ് വഴി കിടന്നാൽ പോലും നമുക്കറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നിൽക്കുന്നത് അതിരപ്പള്ളി ഭാഗത്തുള്ള ഒരു വ്യക്തിയുടെ സ്വകാര്യ വ്യക്തിയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാനിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വഴി കൂടി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ മറു സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ പുഴയാണ്. ആ പുഴയിലാണെങ്കിൽ പുഴയുടെ ഒരു സൈഡിൽ ഫെൻസിങ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്, കണ്ടോ, അതാണ് കാണുന്നത്. പുഴയുടെ മറുവശത്താണെങ്കിൽ കോട കയറി നിൽക്കുന്ന മലനിരകളാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ പുഴയുടെ അപ്പുറം എറണാകുളം ജില്ലയാണ്, പുഴയുടെ ഇക്കരെ തൃശ്ശൂർ ജില്ലയാണ്. രണ്ട് ജില്ലകൾ തമ്മിലുള്ള അതിർത്തി പങ്കിടുന്ന ഭാഗമാണ്. അതായത് പുഴയുടെ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പോകുന്ന സൈഡിൽ കൂടി അപ്പുറത്തെ സൈഡ് റോഡാണ്. അതാണ് പല പല വണ്ടികൾ പല സൗണ്ടുകളിൽ പോകുന്ന സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ അവിടെ നിന്ന് ഞാനിങ്ങനെ പതിയെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൈഡുകളിലൊക്കെ തന്നെ ഏകദേശം കാടുകളൊക്കെ വെട്ടിത്തെളിച്ചിട്ടുണ്ട്. കാരണം രാത്രി ആയി കഴിഞ്ഞാൽ ആന, പുലി, കരടി ഇങ്ങനെയുള്ള മറ്റു മൃഗങ്ങളുടെയൊക്കെ സാന്നിധ്യമൊക്കെ ഇവിടെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനവാസ മേഖലകളിലേക്ക് ഇതിനെ കയറാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ഫോറസ്റ്റുകാർ കെട്ടിയിട്ടിരിക്കുന്ന ഫെൻസിങ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് അവിടെ അലാം കോളും അതുപോലെ ക്യാമറ സിസ്റ്റങ്ങളെല്ലാം അവർ അവിടെ നിർമ്മിച്ച് വച്ചിട്ടുണ്ട് ഒരു പോസ്റ്റിലായിട്ട്. അതുപോലെ തന്നെ ഫോറസ്റ്റുകാരൊക്കെ ഇതിനൊക്കെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ ജോലി ഇതാണല്ലോ. അതേപോലെ തന്നെ ഞാൻ ആ വഴിയിലൂടെ നടന്നു പോവുകയാണ്. ഇപ്പോൾ നോക്കിക്കേ, ആ വഴിയുടെ രണ്ട് സൈഡിലും കൊന്നപ്പത്തിലുകൾ വളരെ മനോഹരമായി വളർന്ന് നല്ല പച്ചപ്പാൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ആ വഴിയുടെ നടുവിൽ ഒരു ചെറിയ മൺപാത തെളിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാലും ഞാൻ നടന്ന് പതിയെ പോവുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണല്ലോ. എന്നാൽ കർക്കിടകം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മഴ ഇവിടെ പെയ്യുന്നുണ്ട്. അതിൻ്റേതായ ഒരു പ്രത്യേകതയും ഉണ്ട്. മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ശാന്ത പ്രകൃതിയായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഈ ഭാഗങ്ങളിൽ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്ന് പോകുമ്പോൾ ഒരുപാട് കൊമ്പുകളൊക്കെ താഴത്തേക്ക് വളർന്ന് കിടപ്പുണ്ട്. എന്നാലും അതിനെയൊക്കെ ഇതാക്കി നമ്മൾ മുന്നോട്ടിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ വഴിയുടെ എൻഡിങ്. അപ്പോൾ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ. എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.